ഗുഡ് മോർണിംഗ് എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമ്മൾ ഇന്നത്തെ ജസ്റ്റ് ഗൈഡൻസ് മെസ്സേജ് വളരെ ചെറിയ ഷോർട്ട് റീഡിംഗ് ആയിട്ട് ഞാൻ എടുക്കുകയാണ്. അത്രയ്ക്ക് എനർജി ഇല്ല. ഓക്കെ, ആൻഡ് ഫസ്റ്റ് റീഡിങ്സ് ഓപ്പൺ ആണ്. ഓക്കെ, വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം. ആൻഡ് നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് ഇടൂ, കോൾ ചെയ്യരുത് പ്ലീസ്. ഓക്കെ, സമയം ഡിഫറൻസ് ഉണ്ട്, നമ്മൾ അവിടെ ഇവിടെ ആയിട്ട്, നാട്ടിലും എവിടെയൊക്കെ ആയിട്ട്. സോ മെസ്സേജ് ഇടൂ. ഓക്കെ, റീഡിങ്സ് താല്പര്യമുള്ളവർ. ആൻഡ് നമുക്ക് ഇന്നത്തെ റീഡിങ് എന്താ നോക്കാം. യൂണിവേഴ്സ് നിങ്ങളോട് ഇന്ന് എന്താ പറയുന്നത്? ഇൻഡിസിഷൻ ആണ്. ഇൻഡിസിഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഒരു തീരുമാനമെടുക്കാനുള്ള സമയം. ഓക്കെ, ലെറ്റ്സ് സീ എന്താ പറയുന്ന. പേഷ്യൻസ്. ഓക്കെ, ആൻഡ് ഏഞ്ചൽ ഓഫ് ബാലൻസ് അഗൈൻ. ഓക്കെ, എന്തായാലും ഇവിടെ നോക്കാം. ആദ്യം എനിക്ക് കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു തീരുമാനം എടുക്കേണ്ട സമയമായിട്ടുണ്ട്. ഡിവൈൻ ടൈമിൻ്റെ ഇവിടെ ഒരു ക്ലോക്ക് കയ്യിലുണ്ട്. ഓക്കെ, ഒരു സമയം ആക്ച്വലി നിങ്ങൾ ആ ഒരു ഡിസിഷൻ എടുക്കേണ്ട സമയമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നിങ്ങളോട് ക്ഷമയോടെ നിൽക്കാനും പറയുന്നുണ്ട്. സോ മേ ബി ഈ തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇവിടെ ഡിവൈൻ പറയുന്നത്, ഓക്കെ, നിങ്ങൾ ടെൻഷൻ ആവണ്ട. ഓക്കെ, കാരണം നമ്മൾ ചില സമയത്ത് നമ്മൾ എന്താ വേണ്ട ഇതാണോ അതാണോ എന്നൊക്കെ ആലോചിച്ചില്ലേ നമ്മൾ ഒരുപാട് ചിന്തിച്ചു കൂട്ടും. സോ യൂണിവേഴ്സ് പറയുന്നത് കുറച്ച് ക്ഷമയോടെ നിൽക്കൂ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, മേ ബി ഒരു ഡിവൈൻ ടൈമിൽ എല്ലാം നിങ്ങൾക്ക് വ്യക്തമാവും എന്ന രീതിക്കായിരിക്കാം. കാര്യങ്ങളെല്ലാം എന്താ വേണ്ടത്, അല്ലെങ്കിൽ ഏത് പാത്താണ് നിങ്ങൾക്ക് നല്ലത്, എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഡിവൈൻ തന്നെ ചിലപ്പോൾ മുന്നോട്ട് നിങ്ങൾക്കൊരു ശരിക്കും കാര്യം വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. ഓക്കെ, ആൻഡ് ഇവിടെ പേഷ്യൻസ് വെച്ചിരിക്കാൻ പറയുന്നുണ്ട്. സോ എന്ത് കാര്യമാണെങ്കിലും ആലോചിച്ച് തീരുമാനം എടുക്കുക. അങ്ങനെയുണ്ട്, ക്ഷമയോടെ കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുക. എടുത്ത് ചാടി ഒന്നും ചെയ്യരുത് എന്ന രീതിക്കും ആവാം ഈ ഡിസിഷൻ. അല്ലെങ്കിൽ നമ്മൾ കൺഫ്യൂഷനിൽ പെട്ടിട്ട് നമ്മൾ ചിലപ്പോൾ റോങ് ഡിസിഷൻ ആയി പോകും അല്ലേ. ബട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് കുറച്ച് ക്ഷമയോടെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുക എന്നൊരു വാർണിംഗ് വരുന്നുണ്ട്. ക്ഷമ വയ്ക്കാൻ പറയുന്നുണ്ട്. സമയത്തിൻ്റെ കാര്യം പറയുന്നുണ്ട് പ്രത്യേകം. അതിവിടെ ഏഞ്ചൽ ഓഫ് ബാലൻസ് കാണുന്നുണ്ട്. സോ യെസ്, എല്ലാം ആക്ച്വലി മുന്നോട്ട് നിങ്ങൾ പോകുമ്പോൾ, ഓക്കെ, തീരുമാനം എടുക്കുമ്പോൾ, ഓക്കെ, വളരെ ബാലൻസ്ഡ് ആയിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക. പ്രാക്ടിക്കൽ ആവാൻ ശ്രമിക്കുക. പ്രാക്ടിക്കൽ മാത്രമല്ല, ഇമോഷണലും പ്രാക്ടിക്കലും രണ്ടും വേണം എന്ന രീതിക്കും ആവാം. അല്ലെങ്കിൽ എല്ലാ വശവും ആലോചിക്കാനാണ് പറയുന്നത്, എല്ലാ വശവും ചിന്തിച്ച് മനസ്സിലാക്കാനാണ് പറയുന്നത്. ഒരു കാര്യത്തിൻ്റെ തന്നെ അല്ലെങ്കിൽ രണ്ട് വഴികളുണ്ടെങ്കിൽ അതിനെല്ലാം നല്ലോണം മനസ്സിലാക്കുക. ആൻഡ് മുന്നോട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ ഒരു ബാലൻസ് വെക്കേണ്ടി വരും എന്നാണ്. ചിലപ്പോൾ ഒരു കോംപ്രമൈസ് വേണ്ടി വരും എന്നായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ ചില കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എല്ലാം നമുക്ക് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുകയും വേണം എന്ന രീതിക്കായിരിക്കാം. ഐ തിങ്ക് ഇതിനെ കുറിച്ചാണ് നോക്കാം ഒന്നുകൂടി. എന്തായാലും ഒരു ഇതെനിക്കൊരു വളരെ ഇഷ്ടമായി കാർഡ്. ആക്ച്വലി ഡിവൈൻ ടൈമിൻ്റെ കാര്യം പറയുന്ന പോലെയുണ്ട് ഇവിടെ. മെയിനായിട്ട് നിങ്ങൾക്ക് എന്തോ ഒരു മേജർ ഒരു ഡിസിഷൻ്റെ സമയമാണ്. ആൻഡ് ആ തീരുമാനം, ഓക്കെ, നിങ്ങൾക്ക് ലൈഫിൽ എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കാം. ഓക്കെ, അറ്റാച്ച്മെൻറ്റ് ആൻഡ് ഏഞ്ചൽ ഓഫ് ലവ്, വെരി നൈസ്. ഓക്കെ, ഏഞ്ചൽ ഓഫ് സ്ട്രെങ്ത്തും ഉണ്ട് ഇവിടെ. സി, നിങ്ങൾ കാര്യങ്ങൾ എന്തും നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ, മുന്നോട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ഏഞ്ചൽ ഓഫ് സ്ട്രെങ്ത്ത് കാണുന്നുണ്ട്. നിങ്ങളോട് ഒരു ധൈര്യം വെച്ച് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. മാത്രമല്ല, നിങ്ങൾക്ക് ശരിക്കും ആ സ്ട്രെങ്ത്ത് നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നാണ്. പോരാതെ തന്നെ നിങ്ങളെ ആ ഏഞ്ചൽ ഓഫ് സ്ട്രെങ്ത്ത് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങൾക്ക് ധൈര്യം തരുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്തൊരു സിറ്റുവേഷനും നിങ്ങൾക്ക് മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കും. എന്തിനേയും നിങ്ങൾക്ക് മെരുക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, നിങ്ങൾ ആദ്യം നിങ്ങൾ ബാലൻസിൽ നിൽക്കുക എന്ന രീതിക്കാണ്. അതായത് ഇമോഷണലും ആവരുത് കൂടുതൽ, പ്രാക്ടിക്കലും ആവരുത് കൂടുതൽ, രണ്ടും വേണം. ഓക്കെ, സന്തോഷവും ഓവറാവരുത്, സങ്കടവും ഓവറാവരുത് എന്ന് പറയില്ലേ. ഓക്കെ, നമ്മുടെ ലൈഫിൽ രണ്ടും വേണം എപ്പോഴും. സോ നിങ്ങളോട് എല്ലാം മാനേജ് ചെയ്ത് ഒരു ബാലൻസ് കൊണ്ടുപോയാൽ, ആൻഡ് ഇവിടെ നിങ്ങൾ സ്ട്രെങ്ത് വെച്ച് മുന്നോട്ട് പോകാനാണ് നിങ്ങളോട് പറയുന്നത്. അറ്റാച്ച്മെൻറ്റ്സ് വിട്ട് കളയാനാണ് പറയുന്നത്. മെയിനായിട്ട് അതാണ് നിങ്ങളെ പിടിച്ചു നിർത്തുന്നത്. നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തതിൻ്റെ റീസൺ അറ്റാച്ച്മെൻ്റ് ആണ്. ഓക്കെ, റോങ് തിങ്സിനോടുള്ള അറ്റാച്ച്മെൻ്റ് ആണ്. ആക്ച്വലി ഇതൊരു നമ്മളിങ്ങനെ പെട്ട് നിൽക്കുന്ന പോലെ ഒരു കാര്യമാണ്. ഇവിടെ കൈയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾ എന്തിലോ പെട്ട് നിൽക്കുന്നുണ്ട്. ആ ഒരു അറ്റാച്ച്മെൻറ്റ് ഇത് പെട്ട് നിൽക്കാന്ന് പറഞ്ഞാൽ ആരും നിങ്ങളെ കെട്ടിയിട്ടു എന്ന രീതിയിലല്ല. ഓക്കെ, അതായത് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നല്ലതല്ല എന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ ഫുൾ ഡാർക്ക് എനർജിയാണ് കേട്ടോ. ഓക്കെ, ഇവിടെ ഒരു വെളിച്ചമുള്ള പോലെയൊന്നുമല്ല, ഒരു ഡാർക്ക് പ്ലേസിലാണ് നിങ്ങൾ നിൽക്കുന്നത്. പക്ഷെ അത് വിടാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ബിക്കോസ് ഞാൻ ഐ തിങ്ക് ഇന്നലെ ഞാൻ മറ്റേ റീഡിങ്ങിൽ ഞാൻ പറഞ്ഞിരുന്നു ദാറ്റ് നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് വിട്ടുകളയാൻ നമുക്ക് മടിയാണ്. ബിക്കോസ് അത് അവിടെ നമുക്ക് ശീലമായി അങ്ങനെ വരും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ചില ഇത് വിട്ട് കഴിഞ്ഞാൽ വേറെന്താണ്, പുറത്തെന്താണ് അല്ലേ, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു പോകും. അതായത് ഇപ്പോൾ ഇവിടെ ഓക്കെ, ഞാനിവിടെ ഉണ്ട്, എനിക്ക് ഈ ഒരു സ്ഥലം എനിക്ക് പരിചയമായി, ഈ ഒരു കാര്യം എനിക്ക് പരിചയമായി, ഓക്കെ, അറ്റ്ലീസ്റ്റ് ബുദ്ധിമുട്ടാണെങ്കിലും എനിക്കിവിടെ
ഓക്കെയാണ്, നമ്മൾ ശീലിച്ചു അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് പുറത്ത് കഴിഞ്ഞാൽ, ഞാൻ കൈ വിട്ട് കഴിഞ്ഞാൽ ഇനി ഞാൻ മുന്നോട്ട് എങ്ങോട്ടാണ് അല്ലേ, അത് നമുക്കറിയില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നറിയില്ല. ഒരു പുതിയ സ്ഥലത്തേക്ക് പോകേണ്ടി വന്നാൽ എന്താവും, അല്ലെങ്കിൽ പുതിയ വ്യക്തികളെ കണ്ടാൽ എന്താവും, അങ്ങനെയൊക്കെയുള്ള പേടികൾ നമ്മുടെ ഉള്ളിൽ വരും. സോ എവിടെയോ നിങ്ങളോട് പറയുന്നത്, ആക്ച്വലി നിങ്ങൾ കരുതുന്ന ഈ ഒരു സൗകര്യം, എന്താ പറയുക, ഒരു പരിചയം എന്ന് പറഞ്ഞില്ലേ ഞാൻ, പരിചയം അല്ലെങ്കിൽ ഒരു കംഫർട്ട് എന്ന് പറഞ്ഞില്ലേ, അത് ശരിക്കും ഒരു മിഥ്യാബോധമാണ് എന്ന് പറയാം. നിങ്ങളൊരു നമ്മളൊരു ഫാൻറ്റസി വേൾഡിൽ ജീവിക്കുന്ന പോലെയാണ്. ഓക്കെ, നിങ്ങൾക്ക് നല്ലതല്ല അവിടെ. ഓക്കെ, ബട്ട് നിങ്ങൾ അതിനെ വിട്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല ബിക്കോസ് ഓഫ് അറ്റാച്ച്മെൻറ്റ്. ഓക്കെ, ചില സമയത്ത് നമുക്ക് തോന്നാം ഓക്കെ അവിടെ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവും നമുക്ക് ഏതൊരു കാര്യത്തിനോടും. ഓക്കെ, അങ്ങനെയുള്ള ഒരു അറ്റാച്ച്മെൻ്റ് ആണ് കാണുന്നത്. കുറേ കാലമായി ഞാനിവിടെ നിൽക്കുന്നു, കുറേ സമയം ഞാൻ ഇതിനിട്ടുണ്ട്, എഫേർട്ട് ഇട്ടിട്ടുണ്ട്, അങ്ങനെ പലതും നമ്മൾ ചിന്തിക്കും അല്ലേ. ആ ഒരു അറ്റാച്ച്മെൻറ്റ് കൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് ചിലത് വിട്ട് കളയാൻ സാധിക്കില്ല. ബട്ട് ദാറ്റ്സ് നോട്ട് ഫോർ യു. ഓക്കെ, ഇത് നിങ്ങൾക്കുള്ളതല്ല എന്നാണ് പറയുന്നത്. ഇതിൽ നിന്ന് പുറത്ത് വരാൻ സമയമായി. എൻ്റെ ഇവിടെ ഏഞ്ചൽ ഓഫ് ലവ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങൾക്ക് സ്നേഹം, സന്തോഷം എന്ത് തന്നെയായാലും അതൊക്കെ നിങ്ങൾക്ക് വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്, നിങ്ങൾക്കതെല്ലാം കിട്ടും എന്നാണ് പറയുന്നത്. ബട്ട് അതിനുവേണ്ടി ഈ ഒരു അറ്റാച്ച്മെൻ്റ് ഒന്ന് പുറത്ത് വരാൻ, മേ ബി അതായിരിക്കാം ഇവിടുത്തെ തീരുമാനം. ഓക്കെ, തീരുമാനം അതായിരിക്കും, അതായത് നിൽക്കണോ, ഞാൻ പോകണോ എന്ന രീതിയിൽ, മാറണോ എന്ന രീതിയിൽ. ഓക്കെ, സോ നിങ്ങൾക്ക് ലൈഫിൽ എന്തെങ്കിലും ബെറ്റർമെൻറ്റ് വരണമെങ്കിൽ, ഓക്കെ, നിങ്ങൾക്ക് സ്നേഹം, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ സ്നേഹം കിട്ടണം, അല്ലെങ്കിൽ സന്തോഷം കിട്ടണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് തന്നെ ആയാലും ശരി, ഓക്കെ, അതിന് നേടണമെങ്കിൽ നിങ്ങൾ ഈ ഒരു അറ്റാച്ച്മെൻ്റ് ഒന്ന് പുറത്ത് വന്നേ പറ്റൂ. ഓക്കെ, ലാസ്റ്റ് കാർഡ് നിങ്ങൾക്ക് എന്താണ്, ഇതിൽ നിന്ന് പുറത്ത് വന്നാൽ നിങ്ങൾക്ക് എന്താണ് യൂണിവേഴ്സ് എടുത്ത് വെച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദെയർ ഫോർ യു. ഈ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ, ഈ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി എന്താണ് വെയിറ്റ് ചെയ്യുന്നത്? ഗോഡസ് ഓഫ് ദ മൂൺ. ഓക്കെ, ആക്ച്വലി മാൻ ഹോൾഡിങ് എ ഹാർട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഏഞ്ചൽ ഓഫ് ലവ് ഉണ്ട്, മാൻ ഹോൾഡിങ് എ ഹാർട്ട് ഉണ്ട്. സോ നിങ്ങൾ ചില സിറ്റുവേഷൻസ് വിട്ട് കളഞ്ഞാൽ, ഓക്കെ, ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഒരു വ്യക്തി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യമായിരിക്കാം. ആൻഡ് ആക്ച്വലി ഇവിടെ മൂൺ കാണുന്നത് എവിടെയോ നിങ്ങളുടെ കൺഫ്യൂഷൻ്റെ കാര്യമാണ്, അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്നു എന്ന് പറയാം. ഒരു നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്, ഓക്കെ, നിങ്ങൾക്ക് മുന്നോട്ടുള്ളത്, നിങ്ങൾക്ക് അതിപ്പോൾ കാണുന്നില്ല വ്യക്തമായിട്ട്, ബട്ട് മുന്നോട്ട് നിങ്ങൾക്ക് ശരിക്കും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, നിങ്ങളെ കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. ഏഞ്ചൽ ഓഫ് ലവ് ആണ് മെയിൻലി വന്നത്. സോ യെസ്, കൂടുതലും ഇവിടെ റിലേഷൻഷിപ്പിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വ്യക്തി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലായിരിക്കാം. നോക്കട്ടെ വേറെ എന്തെങ്കിലും നെക്സ്റ്റ്. ഓക്കെ, ആർക്കേഞ്ചൽ യൂറിയൽ 7th ചക്ര. ഓക്കെ, എവിടെയും പറയുന്നത് നിങ്ങളുടെ ക്രൗൺ ചക്ര ഓപ്പൺ ആവുമെന്നാണ്. ക്രൗൺ ചക്ര എന്ന് പറയുമ്പോൾ നമ്മൾ യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലാണ്. സോ സ്പിരിച്വലി നിങ്ങൾ കുറേ കൂടി പ്രാർത്ഥന, യൂണിവേഴ്സിറ്റിക്ക് എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാം. ഒന്നുകൂടി നിങ്ങൾക്ക് ഡോട്ട് റൊമാൻസ് ആണ് കൂടുതലും അതിന്, കെയറിങ് കണക്ഷൻസ്. ഓക്കെ, ഐ തിങ്ക് നിങ്ങളിപ്പോൾ പെട്ടെന്ന് എല്ലാം അതാണ് കാണിക്കുന്നത്, കൂടുതലും റിലേഷൻഷിപ്സ് കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ സന്തോഷം, സ്നേഹം, ഫാമിലി അങ്ങനെയൊക്കെ ആയിരിക്കാം, എല്ലാം ആയിരിക്കാം. ഓക്കെ, ഈവൻ ഇത് മാത്രമല്ല നമ്മളിവിടെ ഇത് പറയും വന്നതൊക്കെ അങ്ങനെയാണ്. ഡോട്ട് റൊമാൻസ് ആണ്, മാൻ ഹോൾഡിങ് ഹാർട്ട്, കെയറിങ് കണക്ഷൻസ് എല്ലാം ആണ്. ഐ തിങ്ക് എവിടെയോ നിങ്ങൾക്കൊരു സ്പിരിച്വൽ കണക്ഷൻ വരുന്ന രീതിക്കായിരിക്കാം, അല്ലെങ്കിൽ ഈവൻ എന്ത് തന്നെയായാലും നിങ്ങളുടെ ലൈഫിൽ ഒരു നല്ലൊരു ബെറ്റർമെൻറ്റിക്കാണ് നിങ്ങൾ മാറേണ്ടത്. പക്ഷേ ഈവൻ ജോലി സ്ഥലത്തും മേ ബി നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് വിട്ട് മാറാൻ ശ്രമിക്കാം. ഓക്കെ, ഇതിവിടെ ഇരുന്നോട്ടെ, ഇത് കുറച്ച് പേർക്ക്. ഓക്കെ, അല്ലാത്തവർക്ക് നിങ്ങൾ എന്തായാലും അറ്റാച്ച്മെൻറ്റിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നല്ലത് വരുള്ളൂ എന്നാണ്. ഓക്കെ, സോ കുറച്ച് പേർക്ക് ഇവിടെ യെസ് റൊമാൻസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, റിലേഷൻഷിപ്പ് ഒക്കെ കാണുന്നുണ്ട്. അതല്ലാത്തവർക്കും നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നല്ലത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാവും. യൂണിവേഴ്സുമായിട്ട് കൂടുതൽ കണക്ട് ചെയ്യുക, സ്ട്രോങ് ആയിട്ട് ബോൾഡായിട്ട് നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങാം. ഓക്കെ, ക്ഷമയോടെ നീ ചെയ്യാമല്ലോ, അതുകൊണ്ട്. ഓക്കെ, ഒരു ഡിവൈൻ ടൈമിൽ നിങ്ങൾക്ക് എല്ലാം വ്യക്തമായിട്ട് ഐ തിങ്ക് മനസ്സിലാവും എന്താണ് മുന്നോട്ട് എന്നുള്ളത്. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.